നമുക്കിപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഇന്നത്തെ ദിവസം ഈ ദൗത്യം മൂന്നാം ഘട്ടത്തിലാണ്. ഇന്ന് ഏത് തരത്തിലുള്ള ഒരു പരിശോധന കാര്യങ്ങളാണ് അവിടെ പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ ഇന്ന് സർവകക്ഷി യോഗം അടക്കം ചേരുന്നുണ്ടല്ലോ. ഇന്ന് രക്ഷാപ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ദിവസമാണ്. കാരണം ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി വലിയ യന്ത്രങ്ങൾ ദുരന്ത ഭൂമിയിൽ എത്തിച്ച് അവിടെ തെരച്ചിൽ നടത്താൻ സഹായകമായ ഒരു അന്തരീക്ഷം സംജാതമായി വരും. രണ്ട്, ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിശദമായ ചർച്ചകൾ ഇവിടെ നടക്കുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗം, മന്ത്രിതലത്തിലുള്ള യോഗം, സർവകക്ഷി യോഗം. ഈ യോഗങ്ങളിൽ നിന്നും ഒരുപാട് നിർദ്ദേശങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയാണ് ഞങ്ങൾ കരുതുന്നത്. ആ നിർദ്ദേശങ്ങൾ കൂടി നമുക്ക് പ്രവർത്തനത്തിന് നേതൃത്വം ഞങ്ങളെപ്പോലുള്ളവർക്ക് കൂടുതൽ ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള വഴിയൊരുങ്ങും. എന്നാലും ദുരന്തം ഓരോ ദിവസം കഴിയുമ്പോൾ വ്യാപ്തി കുറഞ്ഞതായിട്ടല്ല കാണുന്നത്, വ്യാപ്തി കൂടുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ആശങ്കാജനകമാണ്. ആ സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ ഫലപ്രദമായി എന്തെങ്കിലും നടപടികൾ. അപ്പൊ ഇതിന് രണ്ട് ഭാഗമാണുള്ളത്. ഒന്നാമത്തെ ഭാഗം രക്ഷാപ്രവർത്തനം നടത്തുക. രണ്ടാമത്തെ ഭാഗം രക്ഷാപ്രവർത്തനം നടത്തി നമ്മൾ സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിച്ചവരുടെ ക്യാമ്പ്, താമസം, ഭക്ഷണം തുടങ്ങിയിട്ടുള്ള മരുന്ന്, ആശുപത്രി സൗകര്യങ്ങൾ തുടങ്ങിയിട്ടുള്ളവരുടെ സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം, ചികിത്സയിൽ കഴിയുന്നവർക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നത് അവരുടെ ജീവൻ രക്ഷിക്കാനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുക. ഇവ പൂർണ്ണമായും നല്ല നിലയിലുള്ള ഒരു ജോലി വിഭജനം നടത്തിക്കൊണ്ടുള്ള, ചുമതല വിഭജനം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ കുറ്റമറ്റൊരു രീതിയിൽ മുമ്പോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. എന്നാലും നമുക്ക് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. ജീവന്റെ ഒരു തരിയെങ്കിലും ഭൂമിക്കടിയിലുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കാണ് മുൻഗണന നൽകുക. ഓക്കെ മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, നമ്മൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെയൊക്കെ പ്രവർത്തനം എങ്ങനെയാണ് മിനിസ്റ്റർ? അവിടെ ഈ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇനി ആവശ്യമുണ്ടോ, അതോ പ്രവർത്തനമെല്ലാം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണോ? അതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നവരുടെ ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ നേരിട്ട് തന്നെയാണ് നിർവഹിക്കുന്നത്. എന്നാൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കണം. അത് ഇവിടെ സന്നദ്ധ സംഘടനകൾ നല്ല തോതിൽ സഹകരിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാലും ജനങ്ങളുടെ സഹായം നിരസിക്കുന്ന ഒരു നിലപാടില്ല. നമ്മളിപ്പോൾ ഇതിന്റെ പേരിൽ അനാവശ്യമായ പണപ്പിരിവും കാര്യങ്ങളും നടത്തുന്നതായി ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പേരിൽ ആരും പണം പിരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് സർക്കാർ എടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുക എന്നതിനപ്പുറമുള്ള സാമ്പത്തിക ഇടപാടുകൾ നാട്ടിൻപുറങ്ങളിൽ നടക്കുമ്പോൾ അത് ആക്ഷേപത്തിനിടയാകും. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിന് പ്രധാനമായി ഇപ്പോൾ തടസ്സം നിൽക്കുന്നത് ജനങ്ങളുടെ ആധിക്യമാണ്. ധാരാളം പേർ വാഹനങ്ങളുമായി വന്ന് അവിടെ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയാണ്. അപ്പോൾ അവരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ദുരന്തത്തിൽപ്പെട്ടവരോട് അവർക്ക് സഹതാപവും അനുകമ്പയും എല്ലാം ഉണ്ടെങ്കിലും അവിടെ വന്ന് സുരക്ഷാ പ്രവർത്തനത്തിന് പ്രയാസം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കർശനമായ നിയന്ത്രണങ്ങൾ ആ പ്രദേശത്ത് സന്ദർശനത്തിനും വാഹനങ്ങൾ കൊണ്ടുവരുന്നതിനും ഏർപ്പെടുത്താനാണ് ആലോചിച്ചുള്ളത്. ആ നിയന്ത്രണങ്ങളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് കൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ മിനിസ്റ്റർ, വളരെയധികം നന്ദി അങ്ങയുടെ തിരക്കിലും പ്രതികരിച്ചതിന്.